നമസ്കാരം സ്റ്റാലിൻ സർ. സർ, നമസ്കാരം. കോൺഗ്രസില് ബി.ജെ.പിയുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുവെന്ന് കോൺഗ്രസിന്റെ യുവരാജാവ്, യുവ നേതാവെന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. അഹമ്മദാബാദിലാണ് പറഞ്ഞത്, പക്ഷെ മൊത്തത്തിലാണോ പറഞ്ഞത് എന്നാണ് സംശയം. എങ്ങനെ നോക്കിക്കാണുന്നു ഇതിനെ? അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ പ്രസിഡന്റാണ്. ബി.ജെ.പി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കക്ഷിയാണ്. അതുപോലെ ലോകത്തിലെ പ്രമുഖ ജനാധിപത്യ കക്ഷികളിൽ ജനാധിപത്യം ഉണ്ടെങ്കിലും ഡൈനാസ്റ്റി ആണെങ്കിൽ പോലും കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാണ്. അപ്പൊ അതിന്റെ ദേശീയ പ്രസിഡന്റ് ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ബൂത്ത് തുടങ്ങി, മണ്ഡലം തുടങ്ങി, ജില്ല തുടങ്ങി, സ്റ്റേറ്റ് വൈസ് ആയിട്ടും, അതുപോലെ തന്നെ അവർക്ക് കോൺഗ്രസിന് ഇന്ത്യക്ക് പുറത്തും യൂണിറ്റുകളുണ്ട്. ഏതാണ്ട് 70-ഓളം വിദേശ രാജ്യങ്ങളിലും കോൺഗ്രസ് പ്രവർത്തിക്കുന്നു, ഇന്ത്യക്കാരുടെ. അപ്പൊ അവിടെ നിന്നെല്ലാം കൃത്യമായ റിപ്പോർട്ട്, ഓതന്റിക് ആയിട്ടുള്ള റിപ്പോർട്ട് വെച്ച് തന്നെ ആയിരിക്കണം രാഹുൽ ഗാന്ധി അത് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ പപ്പുത്തരം വിളിച്ചു പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായ റിപ്പോർട്ടും തെളിവും ഡാറ്റയും പേര് സഹിതം ഇന്ന ബൂത്തിലെ ഇന്ന ആൾക്കാർ ബി.ജെ.പിയുടെ കൂടെ പ്രവർത്തിക്കുന്നു, ഇന്ന മണ്ഡലത്തിലെ ഇന്ന ഡിസ്ട്രിക്റ്റില് ഇന്ന സ്റ്റേറ്റില് ഇന്ന രാജ്യത്ത് ഇന്ന ആൾക്കാരെല്ലാം ബി.ജെ.പിയുടെ കൂടെ പ്രവർത്തിക്കുന്നു എന്ന് തന്നെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രസ്താവന, അത് ഓപ്പൺ ഫോറത്തിൽ പാർട്ടി മീറ്റിംഗിൽ അത്രയും വികാരഭരിതനായിട്ടും അത്രയും അസർട്ടീവായിട്ടും അത്രയും പ്രതികാര ബുദ്ധിയോടും കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ ഒരു വേഗ പ്രസ്താവന നടത്തുകയല്ല. ഇവന്മാർക്കിട്ടെല്ലാം പണി കൊടുക്കും, ഒന്നുകിൽ ഇവന്മാർ തന്നെ പുറത്തു പോകണം, അല്ലെങ്കിൽ ഇവന്മാരെ പുറത്താക്കും, പണിഷ് ചെയ്യും തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പഠിച്ച് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇവരുമായിട്ട് യുദ്ധം ചെയ്ത് ഇവരെ തോപ്പിക്കുമെന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ഇത് ആലോചിച്ചപ്പം കുറച്ചു പുറകോട്ട് ചിന്തിച്ചു. 1915 ഗാന്ധി സൗത്ത് ആഫ്രിക്ക എന്ന മതം മാറി ഇവിടെ വന്ന് കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, ബൂത്ത് വൈസ് തുടങ്ങി അങ്ങനെ. അപ്പൊ ഏറ്റവും കൂടുതൽ അതായത് അതിന്റെ ക്രൈറ്റീരിയ ഇതായിരുന്നു: ജിഹാദികളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെല്ലാം നല്ല കോൺഗ്രസ്സുകാര്, ജിഹാദികളെ എതിർക്കുന്നവർ മോശം കോൺഗ്രസ്സുകാർ. അവര് നാട്ടുരാജാക്കന്മാരുടെ കൂടെയും ബ്രിട്ടീഷുകാരുടെയും കൂടെയൊക്കെയാണെന്ന് ലേബൽ അടിക്കുന്നു. ജിഹാദികളുടെ കൂടെ നിൽക്കുന്നവർ നല്ല കോൺഗ്രസ് എന്ന് പറഞ്ഞ് ലേബൽ അടിക്കും. അത് കഴിഞ്ഞ് ലിസ്റ്റ് ആദ്യം ഉണ്ടാക്കിയത് കേരളത്തിലാണ്. കേരളത്തിൽ അന്ന് എന്തോ മാധവൻ നായർന്നോ അങ്ങനെയങ്ങാണ്ട് പറഞ്ഞ ഏതോ ഒരാളായിരുന്നു. നമ്മുടെ സുധാകരൻ ജിയെ പോലെയും ചെന്നിത്തല ജിയെ പോലെയും ചാമക്കാള ജിയെ പോലെയൊക്കെയുള്ള ഏതോ കുറെ ജികൾ ഉണ്ടായിരുന്നു കോൺഗ്രസ്. അപ്പൊ അവരെല്ലാരും കൂടി ലിസ്റ്റ് ഉണ്ടാക്കി വാര്യംകുന്നനും ആലി മുസ്ലിയാരും കൂടെ ആ ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ പേരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കി. അവരെ എല്ലാം കൊന്ന് കിണറ്റിലിട്ടു. ചില്ലറ പണിഷ്മെന്റ് ഒന്നും അല്ല കൊടുത്തത്. കോൺഗ്രസിന്റെ അകത്തു നിന്ന് ചാരപ്രവർത്തനം നടത്തിയാൽ വധശിക്ഷയാണ് പണ്ട് ഗാന്ധി, നെഹ്റു, കോൺഗ്രസ്, ഖിലാഫത്ത് ടീമുകൾ കൊടുത്ത ശിക്ഷ. ഇപ്പോഴും അതിന്റെ ആരോപണം തീർന്നിട്ടില്ല. ഇപ്പോഴും ഈ മരിച്ചവർ ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിയെന്നും നാട്ടുരാജാക്കന്മാരുടെ കൂടെ കൂടിയെന്നും നാട്ടുജനവിമാരുടെ കൂടെ കൂടിയെന്നും ഒക്കെയാണ് കോൺഗ്രസും ലീഗും ഖിലാഫത്തും UDF ഇന്ത്യ അലയൻസും ഒക്കെ പറയുന്നത്. ഇപ്പൊ എനിക്ക് എന്റെ ഒരു സംശയം എന്താന്ന് ചോദിച്ചാല്, ആരാണ് ഈ ലിസ്റ്റ് ഇപ്പൊ ഉണ്ടാക്കിയത്? ഈ ലിസ്റ്റ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചാണ് ഈ ലിസ്റ്റിൽ ഉള്ളവരെ ഇല്ലാത്തവർ, അതായത് ചാരന്മാരാര്, ന്യൂട്രൽ അടിച്ചു നിൽക്കുന്നവരാണ്, ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാണ്, 3 കാറ്റഗറിയാണ് ഏത് പാർട്ടിയിൽ. ആ പാർട്ടിയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാരൊക്കെയാണ്, ന്യൂട്രൽ അടിച്ച് ചുമ്മാ ആടി നിൽക്കുന്നവരാരൊക്കെയാണ്, ബി.ജെ.പിയുടെ കൂടെ ചേർന്ന് പാർട്ടിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരാരൊക്കെയാണ്. ഇതാണ് ലിസ്റ്റ്. അപ്പൊ ഈ ലിസ്റ്റിൽ 30% പേർ ബി.ജെ.പിയുടെ കൂടെ കൂടിയെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ശരിയാണെന്ന് തന്നെയാണ്. കാരണം അത്രയും ഡാറ്റ പുള്ളിക്കുള്ളത് കൊണ്ടും ആക്സസ് ഉള്ളത് കൊണ്ടും ശരിയായിരിക്കണം. പുള്ളി പറഞ്ഞത് ശരിയായിരിക്കണം. അപ്പൊ അത് ആരാണ് തയ്യാറാക്കിയത്? ഇനി എനിക്ക് കിട്ടിയ ഉത്തരവും കൂടെ പറയാം. 2020 ജനുവരി ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിലും ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. കാരണം 14-ാം തീയതി ഞാൻ ഇന്ത്യ വിട്ട് ഒരു മാസത്തേന് ഒരു ഫോറിൻ ടൂറിന് പോകുമായിരുന്നുകൊണ്ടും 1-2 ആൾക്കാരെയൊക്കെ കാണാനുള്ളതുകൊണ്ടും കേരളത്തിലെ ഒരു പകുതിയോളം ഭാഗങ്ങളിൽ സഞ്ചരിക്കേണ്ടി വന്നു പലരെയും കാണാൻ വേണ്ടി. അപ്പൊ കേരളത്തിൽ 2020 ജനുവരിയിൽ വലിയ ജാഥകൾ നടക്കുകയാണ്, CAA NRC വിരുദ്ധ ജാഥ. ഈ ജാഥകളെല്ലാം കേരളത്തിൽ നയിക്കുന്നത് ക്രിസ്ത്യാനികളായ കോൺഗ്രസ് MP-മാരാണ്. ഹൈബി, ആൻഡോ, ബെന്നി, പിന്നെ ഡീന്, അങ്ങനെ ക്രിസ്ത്യാനികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ് ഈ ജാഥകളെല്ലാം നയിക്കുന്നത്. കോൺഗ്രസ് MP-മാർ നയിക്കുന്നു, നേതാക്കന്മാർ നയിക്കുന്നു എന്ന് പറഞ്ഞാലും ഈ ജാഥകളുടെ മുഴുവൻ നേതൃത്വം കോൺഗ്രസ് കൊടുത്തിരുന്നത് ക്രിസ്ത്യാനി എന്നതിനെക്കാട്ടിലും ക്രിസ്തീയ നാമധാരികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ് നയിച്ചത്. അപ്പൊ ഞാൻ ഇതിൽ ഞാൻ പണ്ട് 91 വരെ KSUവിൽ ഉണ്ടായിരുന്നുകൊണ്ട് അനേകം കോൺഗ്രസ് നേതാക്കന്മാരെ പരിചയമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പാകിസ്ഥാനിലുള്ള പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനിയെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് മോഡിജി ഒരു നിയമം ഉണ്ടാക്കുന്നു. അവിടെ ഹിന്ദുക്കളും ബുദ്ധന്മാരും ജൈനന്മാരും സിഖുകാരും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവർ ഇവിടെ വരുന്നു. അവരെവിടെ 1947 ഡിവിഷൻ അനുസരിച്ചും നെഹ്റു ലിയാഖത്ത് അലി പാക്ട് അനുസരിച്ചും അവിടെ ഉള്ള നോൺ ജിഹാദികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള റൈറ്റും റെസ്പോൺസിബിലിറ്റിയും ഗവൺമെന്റിനുണ്ട്.
ഗവൺമെന്റ് അത് ചെയ്യുന്നു. അതിന് നിങ്ങൾ കുഞ്ഞാടുകൾ എന്തിനാണ് അവിടെ പോയി കിടന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്? അതും ഇവന്മാരുടെ കൂടെ മുഴുവൻ ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമാണ് ഈ ജാഥയിൽ ഫുള്ള് ഇൻഫിൽട്രേറ്റേഴ്സ് ആണ്, നുഴഞ്ഞുകയറ്റക്കാരുടെ കൂടെയാണ് ഇവന്മാർ ഈ ജാഥ നയിക്കുന്നത്. ലോക്കൽ ജിഹാദികളും ഉണ്ട്, കുറെ അന്തകമ്മികളും ഉണ്ട്. അപ്പൊ പറഞ്ഞു, അല്ല അത് സാറ് ബാംഗ്ലൂർ ഇരുന്നാൽ മതി, ഞങ്ങൾക്ക് ഇവിടെ MLA യും MP യും ഏറ്റവും കുറഞ്ഞ ഒരു പഞ്ചായത്ത് മെമ്പറേലും ആകേണ്ട. ഞാൻ ചോദിച്ചു, അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? അല്ല സാറേ, സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജാഥയെ പങ്കെടുത്തേ പറ്റും. അതെന്താ കാര്യം? അത് സീറ്റ് ആർക്ക് കൊടുക്കണമെന്നുള്ള ചർച്ച വരുമ്പോൾ കമ്മിറ്റിയിലെ ജിഹാദി എഴുന്നേറ്റ് നിന്ന് പറയും, ചാക്കോ വേണ്ട, മത്തായി മതി എന്ന് പറഞ്ഞാൽ ചാക്കോ പള്ളിയിൽ പോകുന്നവനും കുമ്പസാരിക്കുന്നവനും കുർബാന കൈക്കൊള്ളുന്നവനും കൃത്യമായിട്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്നവനുമാണ്. മത്തായിക്ക് പേര് മാത്രമേ മത്തായി എന്നുള്ളൂ. മത്തായി രാവിലെ ഇറങ്ങുന്നു, തുപ്പൽ ബിരിയാണിയൊക്കെ കഴിക്കുന്നു, ജിഹാദികളുടെ കൂടെ ചുറ്റി കറങ്ങുന്നു, സെക്കുലർ ആയിട്ട് നടക്കുന്നു. ക്രിസ്തീയ വിശ്വാസമൊന്നും മത്തായിക്കില്ല. മത്തായി ക്രിസ്തീയ കോസിന് വേണ്ടി നിലനിൽക്കുന്നുമില്ല. ജിഹാദികളുടെ കൂടെ അങ്ങനെ കറങ്ങുന്നു. അതുകൊണ്ട് സീറ്റ് വരുമ്പം കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെ ഈ ജാഥകളിൽ പങ്കെടുക്കാണ്ടിരുന്നാൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? അതേ, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒത്തിരി PFIക്കാരും SDPIക്കാരും ഉണ്ട്. അവര് ഇതിന്റെ ലിസ്റ്റ് എല്ലാം എടുത്ത് ഹൈക്കമാൻഡിന് കൊടുക്കും. മാതാവേ, നമ്മൾ ഞെട്ടി. അപ്പൊ ഞാനത് ഈ പല മണ്ഡലത്തിൽ ചെക്ക് ചെയ്തപ്പോൾ എല്ലാ മണ്ഡലത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. അതായത് ഈ 30% ലിസ്റ്റ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ PFIയും SDPIയും കൂടെയാണ്. ആരൊക്കെയാണ് പള്ളിയിൽ പോകുന്നത്, ആരൊക്കെയാണ് ദേശീയവാദി, ആരൊക്കെയാണ് ഈ മോഡിയുടെ നല്ല പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതിന് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ക്രിസ്ത്യാനിയുടെ കഥ, 2020 നടന്ന കഥ. അപ്പം ഇനി അടുത്തത്, ഇപ്പൊ വന്നിരിക്കുന്ന ലിസ്റ്റ്, ഈ 30% എന്ന് പറയുന്നത് കോൺഗ്രസിൽ പല മതക്കാരുണ്ട്. അതിൽ ഇപ്പോൾ ഉള്ള ഈ 30% എന്ന് പറയുന്നത് കോൺഗ്രസിലെ ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? കുംഭമേളയിൽ പല ഹിന്ദുക്കളും പോയി മുങ്ങി, കോൺഗ്രസ്സുകാർ വലിയ വലിയ നേതാക്കന്മാർ വരെ മുങ്ങി. പലരും കുറി ഇടാനും ചരട് കെട്ടാനും തുടങ്ങി. അവരുടെ എല്ലാം ലിസ്റ്റ് കൃത്യമായിട്ട് SDPIയും PFIയും പൊക്കിയെടുത്ത് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ വാറിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് വെച്ചാണ് പുള്ളി ഈ കഥാപ്രസംഗം നടത്തിയിരിക്കുന്നത്. ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിന്ന് ഹരിപ്പാട് എന്നുള്ള ലിസ്റ്റൊക്കെ ആലപ്പുഴയിലെ ജിഹാദികൾ കൃത്യമായിട്ട് കൊടുത്തിട്ട് കാണും. ചെന്നിത്തലാജി തന്നെയായിരിക്കും ലിസ്റ്റിൽ ഒന്നാമൻ കേരളത്തിൽ നിന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചാമക്കാളജി കാണും, എന്താണ് K സുധാകരൻ ജി കാണും, മുല്ലപ്പള്ളിജിയും സുധീരൻ ജിയും ഉണ്ടോ എന്നുള്ളത് ചോദിച്ചാലേ പറയാൻ പറ്റത്തുള്ളൂ. എന്താണേലും സതീശൻ ജി അദ്ദേഹം കാണാൻ ചാൻസ് ഇല്ല, ഉണ്ണിത്താൻ കാണാൻ ചാൻസ് ഇല്ല, പ്രതാപൻ കാണാൻ ചാൻസ് ഇല്ല, കിങ്ങിണിക്കുട്ടൻ കാണാൻ ചാൻസ് ഇല്ല. ഇപ്പൊ കേരളത്തില് വളരെ കൃത്യമായിട്ട് ജിഹാദി അജണ്ടകൾ നടപ്പിലാക്കുന്ന കോൺഗ്രസ്സുകാർ ലിസ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടു. പ്രൗഡ് ഹിന്ദു, പ്രാക്ടീസിങ് ഹിന്ദു, അങ്ങനെ ആരെങ്കിലും കോൺഗ്രസിൽ ഇനി അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, ഒരമ്പലം കാണുന്നതും തൊഴുകയോ ചെയ്യുന്ന ഒരു ഹിന്ദു ഉണ്ടെങ്കിൽ അദ്ദേഹം ലിസ്റ്റിലുണ്ട്. അവർക്ക് ഇനി ഒരിക്കലും MLA സീറ്റോ MP സീറ്റോ ഒരു പഞ്ചായത്ത് സീറ്റോ ഒരു ബാങ്ക് ഡയറക്ടർ സീറ്റോ കിട്ടാൻ പോകുന്നില്ല. ഓൾറെഡി ലിസ്റ്റ് കൃത്യമായിട്ട് PFI SDPI ഒക്കെ ലിസ്റ്റ് തയ്യാറാക്കിയാൽ കറക്റ്റ് ആയിരിക്കും, ഇന്റലിജൻസിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും. അത്രയും കൃത്യമായിട്ട്, അതായത് ആക്രി കച്ചവടക്കാര്, മീൻ വിൽക്കുന്നവര്, പച്ചക്കറി വിൽക്കുന്നവര്, അങ്ങനെ വീടിന് സമീപത്തുള്ള ആൾക്കാർ കംപ്ലീറ്റ് റിസർച്ച് നടത്തി തയ്യാറാക്കിയ ലിസ്റ്റാണ് ഇവരുടെ പോകുന്നത്. നേരത്തെ അവരുടെ ഒരു നേതാവ് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, സംഘപ്രവർത്തകർ ജോലി ചെയ്യുന്ന സ്ഥലം അറിയാം, പെമ്പർനോത്തി ജോലി ചെയ്യുന്ന സ്ഥലം അറിയാം, പിള്ളേര് പഠിക്കുന്ന സ്കൂൾ അറിയാം, പോകുന്ന വഴി അറിയാം, അവിടെ എല്ലാം ഇരുന്ന് അവലും അല്ലൊരു കുന്തിരിക്കുവാക്കുമെന്നും പറഞ്ഞ് PFIയുടെ ഒരു നേതാവിന്റെ ഒരു പ്രസംഗമുണ്ട് യൂട്യൂബിൽ. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഈ ലിസ്റ്റും തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് സംഘപ്രവർത്തകരെ എങ്ങനെ PFI SDPIക്കാർ സ്കെച്ച് ചെയ്തോ, അവരുടെ കുടുംബത്തെ സ്കെച്ച് ചെയ്തോ, അതേ രീതിയിൽ കോൺഗ്രസിലെ ഹിന്ദുക്കൾ സ്കെച്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അതേ രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആരാണ് വിശ്വാസി? കുംഭമേളയെ സപ്പോർട്ട് ചെയ്തവർ ആര്? രാം ജന്മഭൂമിയെ സപ്പോർട്ട് ചെയ്തവർ ആര്? അല്ലാണ്ട് ഇവരാരും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവർ ഈ കോൺഗ്രസിലുള്ളവർ BJPയിലാണ് പ്രവർത്തിക്കുന്നതെന്ന്? അല്ല, ഇവരാരും BJP പ്രവർത്തിക്കുന്നവരല്ല. ഞാൻ ഈ പറഞ്ഞ നേതാക്കന്മാരോ അവരാരും BJP പ്രവർത്തിക്കുന്നവരല്ല. പക്ഷേ കോൺഗ്രസിലാണെങ്കിൽ ഇനി ഹിന്ദുത്വം പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല, കോൺഗ്രസിലാണെങ്കിൽ ഇനി അമ്പലത്തിൽ പോകാൻ പാടില്ല, കോൺഗ്രസിലാണെങ്കിൽ ഇനി കുറി തൊടുവോ ചരട് കെട്ടുവോ ചെയ്യാൻ പാടില്ല, ഇനി കുംഭമേളയിലോ പമ്പയിലോ ഗംഗയിലോ മുങ്ങാൻ പാടില്ല. കൃത്യമായ വാണിംഗ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് കോൺഗ്രസിലെ ഹിന്ദുക്കൾ നേരിടാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല. ക്രിസ്ത്യാനികൾക്ക് കുറച്ചു പേർക്ക് ബോധം വെച്ചു, അവര് ക്രിസംഗിയായി. മുനമ്പം പ്രശ്നത്തോടെ ഈ
ക്രിസ്ത്യാനികളുടെ ലിസ്റ്റിലുള്ള ചാക്കോയും മത്തായും എല്ലാം പയ്യെ ക്രിസ്ത്യങ്കിയായിട്ട് മാറാൻ തുടങ്ങി. ഇനി ഒരു വക്കഫ് ജിൻഡോ മാത്രമേ, അതുപോലെ ഒരു 3-4 പേരെ സ്പോക്സ് പേഴ്സൺ കുറച്ച് പേരെ അതിൻ്റെ അകത്തുള്ളൂ ക്രിസ്ത്യാനികളിൽ. അവിടെ ഉള്ള ഹിന്ദുക്കളെയും സ്കെച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ആവശ്യം എന്താന്ന് ചോദിച്ചാൽ, രാഹുൽ ഗാന്ധിക്ക് ഈ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് SDPIയും PFIയും ആണെങ്കിൽ അത് അപകടകരമാണ്. അത് രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് അപകടകരമാണ്. കോൺഗ്രസിലെ ഹിന്ദു നേതാക്കന്മാരുടെ ജീവന് അപകടകരമാണ്. കാരണം നമുക്കറിയാം, സുഭാഷ് ചന്ദ്രബോസിനിട്ടൊക്കെ നെഹ്റു ചെയ്ത പരിപാടി, കോൺഗ്രസിൽ ഉണ്ടായിരുന്ന അനേകം പേർക്കിട്ട് ഖിലാഫത്ത് ചെയ്ത പരിപാടി, വിഭജന കാലത്ത് കോൺഗ്രസിലുള്ള പ്രൗഢ ഹിന്ദുസിനെ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്ത് റസാക്കർമാരും മറ്റേ ഡയറക്റ്റ് ആക്ഷൻ ഡേയിലും ഒക്കെ ലീഗുകാരും കൊന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഒരു തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ക്രിമിനാലിറ്റി ഉണ്ട്, അതിൻ്റെ അകത്തൊരു കൃത്യമായ ക്രിമിനാലിറ്റി ഉണ്ട്, ഒരു മതവിവേചനമുണ്ട്. അതായത് നിങ്ങൾ കോൺഗ്രസിലാണെങ്കിൽ ഒരു മതം മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി എന്ന്. പിന്നെ ഈ 30% ലിസ്റ്റില് ദൈവാനുഗ്രഹത്താൽ ക്രിസ്ത്യാനി, സിഖ്, ബുദ്ധൻ, ജൈനൻ ഒന്നുമില്ല, പ്രാക്ടീസിങ് ഹിന്ദു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് എനിക്കൊരു അഭ്യർത്ഥന, ആ 30% ലിസ്റ്റ് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ BJPക്കാർ അവരെ ഇങ്ങ് എടുത്തോളാം. കൊല്ലുമൊന്നും ചെയ്തേക്കില്ല ദയവ് ചെയ്ത്, പണ്ട് വാര്യംകുന്നന്റെ കാലത്ത് ചെയ്ത പോലെ ദയവ് ചെയ്ത് അവരെ ഉപദ്രവിക്കൊന്നും ചെയ്തേക്കരുത്. അവര് ഞങ്ങൾ എടുത്തോളാം, ഇങ്ങോട്ട് പോരട്ടെ. അതുകൊണ്ട് കോൺഗ്രസിലുള്ള ഹിന്ദുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ലിസ്റ്റ് എങ്ങനെ ഉപയോഗിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. PFIയും SDPIയും ഒക്കെ ഉണ്ടാക്കിയ ലിസ്റ്റ് അവലുമലര് കുന്തിരിക്കുവാക്കുവോ അതെയോ ഖിലാഫത്താക്കുവോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോൺഗ്രസിൽ നിന്ന് രക്ഷപ്പെട്ട് ദേശീയവാദത്തിലോട്ടോ BJPയിലോട്ടോ പോരുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അവിടെ നിന്നാൽ ഒരു സീറ്റും കിട്ടത്തില്ല, അപമാനം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ, ഒരു തുപ്പൽ ബിരിയാണി പോലും കിട്ടില്ല. ഇത് മനസ്സിലാക്കുക. എന്താണേലും ഈ 100 വർഷത്തിന് ശേഷം, 110 വർഷത്തിന് ശേഷം ചരിത്രം ആവർത്തിക്കുകയാണ് കോൺഗ്രസിൽ. സെഗ്രിഗേഷൻ നേതൃത്വത്തിൽ നിന്ന് തന്നെ തുടങ്ങിയിരിക്കുക. അതിനൊരു ഓമന പേര് ചാരന്മാർ, ഒരു പാർട്ടി നിന്നുകൊണ്ട് വേറൊരു പാർട്ടി പ്രവർത്തിക്കുകയാണ്. എന്നാ വളിച്ച ന്യായമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ആരേലും ഉണ്ടെങ്കിൽ ഇന്നയാൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന് പറഞ്ഞ് പുറത്താക്കിയാ പോരെ? ചെയ്തോ? ഇല്ല. നീ ഇന്ന പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി, ഈ 30% ഇത്രയും പേരുടെ ഉണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒരു 10-15 പേരെ പിടിച്ച് പുറത്താക്കിയോ? ഇല്ല. ഈ ലിസ്റ്റ് ഇന്നലെ കിട്ടിയതാണോ? അല്ല. ഈ ലിസ്റ്റ് ഉണ്ടായിട്ട് ഏകദേശം 5 വർഷമായി. 2020 CAA NRC വന്നപ്പം ലിസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ ഈ ലിസ്റ്റ് ഇപ്പൊ കൃത്യമായിട്ട് മുകളിൽ എത്തിയിട്ടുണ്ട്. അവരെ അങ്ങ് പുറത്താക്കിയേ. എന്താ പുറത്താക്കാൻ ധൈര്യമില്ല രാഹുൽ ഗാന്ധിക്ക്? നീ ഹിന്ദുത്വം പ്രാക്ടീസ് ചെയ്യണം, നീ കുംഭമേളയിൽ പോയി മുങ്ങി, നീ ശബരിമലയ്ക്ക് പോയി, അതൊക്കെ പറഞ്ഞാൽ മതി. ചെന്നിത്തലാജി, നിങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നു, നിന്നെ പുറത്താക്കിയിരിക്കുന്നു. DKSG, നീ കുംഭമേളയ്ക്ക് പോയി, നിന്നെ പുറത്താക്കിയിരിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് 1 by 1 ആയിട്ട് ദിഗ്വിജയ് സിംഗ് ജി, നിങ്ങൾ കുംഭമേളയ്ക്ക് പോയിരിക്കുന്നു. പിന്നെ വേറെ കുറെ ജിമാര് ഇത് എന്താണ് ശ്രീരാമന്റെ അമ്പലത്തിൽ പോയി, നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു. എന്താ ധൈര്യമില്ലാത്തത്? ഇത് കൃത്യമായിട്ട് പാർട്ടിക്കകത്തിട്ട് ഇതൊരു കൃത്യമായ മെസ്സേജാണ്. ഈ 30% ഹിന്ദുക്കളെ പാർട്ടിക്കകത്തിട്ട് ഞെരുക്കാൻ പോവുക, പാർട്ടിക്കകത്തിട്ട് ഞെരുക്കാൻ പോവുക. അതാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോൺഗ്രസിലും UDFിലും ഇന്ത്യ അലയൻസിലും ഉള്ള ഹിന്ദുക്കൾ രക്ഷപ്പെട്ട് ദേശീയവാദ പ്രസ്ഥാനങ്ങളിലേക്ക് വരിക. ഇതാണ് എനിക്കിന്ന് ഈ പ്രസംഗത്തെ സംബന്ധിച്ച് പറയാനുള്ള കമന്റ്. മാത്രമല്ല, NIAയും കേന്ദ്ര ഏജൻസികളും ഇതേപ്പറ്റി അന്വേഷിക്കണം കൃത്യമായിട്ട്. ഈ ലിസ്റ്റ് തയ്യാറാക്കിയവരെ പറ്റിയും അതിൻ്റെ അകത്ത്, കാരണം ഈ കോൺഗ്രസ് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തുമുണ്ട്. അപ്പൊ അവിടെ വിദേശ ഏജൻസികൾ, പാകിസ്ഥാന്റെയോ ചൈനയുടെയോ ജോ ബിഡന്റെയോ വല്ലോ ഏജൻസികൾ ഈ രാഹുൽ ഗാന്ധിയെ സഹായിച്ചിട്ടുണ്ടോ ഈ ലിസ്റ്റ് തയ്യാറാക്കാൻ? അപ്പൊ അവിടെയാണേലും അമ്പലമുണ്ട്, അമേരിക്കയിലും UK ഒക്കെ അമ്പലമുണ്ട്. അവിടെ അമ്പലത്തിൽ പോകുന്ന കോൺഗ്രസ്സുകാരെ സ്കെച്ച് ചെയ്തിട്ടുണ്ടോ? അവിടെ പള്ളിയിൽ പോകുന്ന കുഞ്ഞാട് കൊങ്കികളുണ്ട്, കുഞ്ഞാട് കൊങ്കികളെ ആരെങ്കിലും സ്കെച്ച് ചെയ്തിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ കൂടെ ഒന്ന് അന്വേഷിക്കും. അത് സുരക്ഷിതത്വത്തിന് നല്ലതായിരിക്കും. എന്താണേലും രാഹുൽ ഗാന്ധി നന്നാകാൻ തീരുമാനിച്ചിട്ടില്ല എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.